ഇന്നത്തെ IPL മത്സരത്തിൽ ചെന്നൈയും കൊൽക്കത്തയുമാണ് നേർക്കുനേർ വന്നത്. വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് കൊൽക്കത്തയായിരുന്നു. മികച്ചൊരു തുടക്കമായിരുന്നു അവർക്ക് ലഭിച്ചത്. അവരുടെ ഓപ്പണർ മുർബാസ് പെട്ടെന്ന് ഔട്ടായെങ്കിലും സുനിൽ നാരായണും അജിങ്ക്യ രഹാനെയും അടിച്ചു കളിച്ചു. രഹാനെ 48 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് മനീഷ് പാണ്ഡെയും റസലും കൂടി കൊൽക്കത്ത ടീമിനെ മുന്നോട്ട് നയിച്ചു. റസൽ ഇന്ന് ആക്രമണ ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യന്മാരായ ടീമാണ് കൊൽക്കത്ത. എന്നാൽ ഇപ്രാവശ്യം ആ ഒരു പോരാട്ട വീര്യം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ശരാശരി ബാറ്റിംഗ് മാത്രമാണ് കൊൽക്കത്ത ഇന്ന് പുറത്തെടുത്തത്. 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസാണ് കൊൽക്കത്ത ഇന്ന് അടിച്ചുകൂട്ടിയത്. CSK ടീമിനെ അപേക്ഷിച്ച് ജയിക്കാവുന്ന റൺസായിരുന്നു. അങ്ങനെ ചെന്നൈ ടീം സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ചെന്നൈക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഡെവോൺ കോണവി ഇന്ന് ഓപ്പണിംഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. CSKയുടെ 2 ഓപ്പണേഴ്സും ഡെക്കിലാണ് ഇന്ന് പുറത്തായത്. 2 തിരിച്ചടിയാണ് ചെന്നൈ ടീം ഇന്ന് നേരിട്ടത്. പിന്നീട് വൺ ഡൗണിൽ കളിച്ചത് ഉർവിൽ പട്ടേലായിരുന്നു. താരം ഇന്ന് മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. 11 ബോളിൽ 31 റൺസാണ് ഉർവിൽ പട്ടേൽ അടിച്ചുകൂട്ടിയത്. 4 സിക്സ് താരത്തിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞു. CSK ടീമിനെ മുന്നോട്ട് നയിച്ചത് താരമായിരുന്നു. പിന്നീട് ഉർവിൽ പട്ടേൽ ഔട്ടായിട്ട് അശ്വിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അശ്വിൻ വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 8 റൺസ് മാത്രമാണ് അശ്വിൻ എടുത്തത്. പിന്നീട് എല്ലാവരുടെയും പ്രതീക്ഷ ജഡേജയിലായിരുന്നു. എന്നാൽ ജഡേജയ്ക്കും ഇന്ന് കളിക്കാൻ സാധിച്ചില്ല. 19 റൺസ് എടുത്ത് ജഡേജയും ഔട്ടായി മടങ്ങി. ഇതോടെ CSK തോൽവി ഉറപ്പിച്ചു. ഈ സമയത്താണ് ഡെവാൾഡ് ബ്രേവിസ് രംഗത്തെത്തിയത്. ബ്രേവിസിന്റെ ഒരു വൺമാൻ ഷോയാണ് നമ്മൾ ഇന്ന് കളിക്കളത്തിൽ കണ്ടത്. 25 ബോളിൽ നിന്ന് 52 റൺസാണ് ബ്രേവിസ് അടിച്ചുകൂട്ടിയത്. 4 ഫോറും 4 സിക്സും താരത്തിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞു. കൊൽക്കത്ത സമയത്ത് ശരിക്കും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വരുൺ ചക്രവർത്തി ബ്രേവിസിനെ പുറത്താക്കി. ശേഷം വന്നത് ശിവൻ ദൂബയും MS ധോണിയുമായിരുന്നു. ഇന്നത്തെ മത്സരത്തെ പറ്റി വിലയിരുത്തിയാൽ 2 ടീമും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.